എൻ്റെ അവിടെ മുഴുവൻ നശിച്ചു പോയതാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതിനാണ് ഈ പറയുന്ന ഇല്ല. അതൊക്കെ ഫൈൻഡിങ് ഉണ്ട്. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷിച്ച് ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ച് ഫൈൻഡിങ് ഉണ്ട്. ഒരു FCRA വയലേഷനും ഇല്ലാന്ന്. FCRA വയലേഷൻ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പിടിക്കും, പിടിക്കും. എല്ലാ വർഷവും സ്ക്രൂട്ടിനി നടത്തുന്നതാണ്. ഒരു FCRA വയലേഷനും ഇല്ലയെന്ന് വിജിലൻസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട്. അവർക്കെതിരെ ഇല്ല. അവരാണ് ഞങ്ങളെ സഹായിച്ചത്. അവരും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇത് നമുക്ക് ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ്. റീഹാബിൽ ഞാൻ അവരുടെ അഡ്വൈസ് വാങ്ങിച്ചു. ഭയങ്കര ഹൈലി പ്രൊഫഷണൽ. അവർ 67 രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവരും മണപ്പാട് ഫൗണ്ടേഷനുമാണ് എനിക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് വന്ന്. ഞങ്ങൾ കളമശ്ശേരിയിലെ XIME എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെയും അധ്യാപകരെയും കൊണ്ടാണ് MBA സ്റ്റുഡൻസിനെ കൊണ്ട് സർവേ നടത്തിച്ചത്. എല്ലാം പ്രൊഫഷണലാണ്. അതാണ് ഞാനന്ന് അസംബ്ലി പറഞ്ഞത്. ഇത് അന്വേഷിച്ചാൽ ഇതൊരു മോഡലായിട്ട് കേരളത്തിൻ്റെ മുമ്പ് വയ്ക്കാൻ പറ്റിയ മോഡലാണ്. എൻ്റെ മാത്രം പങ്കല്ല, ഞാൻ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയും വിദേശത്ത് ഇപ്പോൾ ആസാദ് മൂവ്മെൻറ്റ് ഞാൻ അന്നത്തെ സ്പീക്കറുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ പിന്നെ ബർമിംഗ്ഹാമിൽ അപ്പോൾ സംസാരിക്കാൻ പോയി ഇറങ്ങി വന്നപ്പോൾ 25 വീട് തന്നു. ഗൾഫാർ മുഹമ്മദ് അലി 5 വീട് തന്നു. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇതിലേക്ക്. അവരെല്ലാം അവിടെ വീട് വന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയി വരും. അവർക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്. ഞാൻ ബർമിംഗ്ഹാമിൽ പോയി പൈസ പിരിച്ചത്. ബർമിംഗ്ഹാമിൽ ഈ റെസീലിയൻസ് എന്നാണ് സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങളുടെ പുനർജനി മോഡൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു, പുനർജനി മോഡൽ ഇങ്ങനെ ഡോണറിൻ്റെ നിന്ന് പൈസ മേടിച്ച് നേരിട്ട് ബെനിഫിഷ്യറിക്ക് കൊടുക്കുന്നൊരു മോഡലാണ്. അക്കൗണ്ട് ഇല്ലാത്ത മോഡലാണ്, ഫെസിലിറ്റേറ്ററാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആ ടേബിളിലിരിക്കുന്നവർ ഒരു 500 പൗണ്ട് തന്നാൽ അത് ഞങ്ങൾ ഇത്രയും പേർക്കായിട്ട് തയ്യൽ മെഷീൻ കൊടുക്കണമെങ്കിൽ ആ തയ്യൽ മെഷീൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യും. മോഡൽ എക്സ്പ്ലെയിൻ ചെയ്താൽ. അപ്പോൾ ഞാൻ 500 പൗണ്ട് ചോദിച്ചതായി. ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബർമിംഗ്ഹാമിൽ പോയിട്ട് മൈക്കിൽ കൂടി 500 പൗണ്ട് സംഭാവന ചോദിക്കുക. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ആ മോഡൽ ഇപ്പം നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, എന്താണ് പുനർജനി മോഡൽ. അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഫെസിലിറ്റേറ്ററായിട്ട് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിഷ്യറിയിലേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഉഷ തയ്യൽ മെഷീൻ കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു 100 എണ്ണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ 110 മെഷീൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരാളുടെ നിന്ന് 100 മെഷീൻ്റെ പൈസ ഉഷയിൽ അടപ്പിക്കും. ഉഷ വന്ന് അസംബിൾ ചെയ്യും. ഞങ്ങൾ 110 ബെനിഫിഷ്യറിയെ സർവേ കൂടി എടുക്കും. അങ്ങനെ ഞാൻ 2000-ഓളം മെഷീൻ കൊടുത്ത് 1800 കൊടുത്തു. പിന്നെ 1600 പേർക്ക് 5000 രൂപയിൽ 10000 രൂപ വരെയും 50000 രൂപ വരെ ഈ വെള്ളം കയറി നശിച്ചു പോയവർക്ക് കൊടുത്ത്. എൻ്റെ അവിടുത്തെ സ്ഥിതി അറിയാമായിരുന്നല്ലോ. പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല. അപ്പോൾ ഞാൻ 50 ടൺ കാലിത്തീറ്റ കൊടുത്തു. ഞാൻ 48 അംഗൻവാടികൾ വെള്ളം കയറി നശിച്ചുപോയി. അത് മുഴുവൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയേടൊക്കെ മാറ്റി അവിടെ ബുക്കും പേനയും പെൻസിലും കൂടെ കൊടുത്തു. കുട്ടികളുടെ നോട്ട് ബുക്ക് കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് ഗവൺമെൻറ് കൊടുത്തു. 9000 കുട്ടികളുടെ. ഞാൻ ബാംഗ്ലൂരിൽ പോയി അന്നത്തെ റവന്യൂ മന്ത്രി ജോർജ് സാറിനെ കണ്ട് കർണാടകയിലെ ഒരു ബൈൻഡിങ് പ്രസിഡന്റ് ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് 1 ലക്ഷം നോട്ട് ബുക്ക് കൊണ്ടുവന്ന് 9000 പേർക്കും 10 നോട്ട് ബുക്ക് വെച്ച് കൊടുത്തു. 22 സ്കൂളിലെ ലാബ് ശരിയാക്കി. അത് വെള്ളം കയറുന്നതിന് മുമ്പ് 25 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നിടത്ത് 30 ആക്കി കൊടുത്തു. എല്ലാ ലൈബ്രറിയും ശരിയാക്കി കൊടുത്തു. എല്ലാ സ്പോൺസേഴ്സ് കംപ്ലീറ്റ് മുഴുവൻ റീബിൽഡ് ചെയ്ത്. എൻ്റെ അവിടെ മുഴുവൻ നശിച്ചു പോയതാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതിനാണ് ഈ പറയുന്ന എന്തൊരു അവർ പ്രസംഗിച്ചപ്പോഴേ ഇനിയും UDF-ലും ക്ഷമിക്കണം BJP-ലും LDF-ലുള്ള ആളുകൾ നമ്മുടെ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി 2 പേരെ എടുത്തു കഴിഞ്ഞു. ഇനി ആരാണ് ബാക്കി? പേര് പറയില്ല, വിസ്മയമായി ഇരിക്കട്ടെ. ഇലക്ഷന് മുമ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞാൽ അറിയാമല്ലോ. ഞാൻ ഇലക്ഷന് മുമ്പ് ഇത്ര സീറ്റ് ജയിക്കും നിങ്ങളോട് പറഞ്ഞില്ലേ. 4 കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ പറഞ്ഞല്ലേ. NDAയിൽ നിന്നും വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. രണ്ടിന്നും വരും. ഇപ്പം തന്നെ UDF എന്ന് വെച്ചാൽ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേക്കും കേരളം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും UDF. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദിച്ചു ഈ വയനാട് ബത്തേരി ക്യാമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു വലിയ വാചകം അടിച്ചിട്ട് എന്താ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കണം എന്നോട്. ഈ 100 സീറ്റ് എന്ന് പറയുന്നത് അതുകൂടി മുന്നിൽ കണ്ടാണോ പറയുന്നത്? അല്ല, അതൊക്കെ ഇപ്പൊ തന്നെ കിട്ടും. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ
ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചല്ലോ, നേരത്തെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു, ചെയ്തു. പാർട്ടി നല്ല മിലിറ്റൻ്റ് ആക്കി. ഇവിടുന്ന് പോകില്ലേ ഇവിടുന്ന് എല്ലാവരും കൂടി ഇത് മിഷൻ 25 പോയപ്പോൾ പറഞ്ഞില്ല, അതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയാണ്. എല്ലാവരും കൂടി ഒരു ടീമായിട്ട്. പിന്നെ ഇങ്ങനെ മറ്റേ എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇടിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ CPM നറേറ്റീവാണ്. അതെല്ലാം അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളതിലൊന്നും വീഴരുത്.